നമസ്കാരം. അപ്പോൾ പ്രൈറ്റ് വ്ളോഗ്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ആയിട്ട് നമ്മുടെ പോളണ്ടിനെ കുറിച്ചാണ് ചെയ്യുന്നത്. പോളണ്ടിലേക്ക് പോകുന്നവർക്കും പോളണ്ട് അപ്ലൈ ചെയ്തവർക്കും ഒക്കെ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ചെയ്തത്. അപ്പം ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് പോളണ്ടാണോ ഹംഗറി ആണോ ഏറ്റവും ബെറ്റർ, പെട്ടെന്ന് പോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇത്രയും പ്രോബ്ലംസ് ഫേസ് ചെയ്യാതെ നമുക്ക് പോകാൻ പറ്റുന്ന രാജ്യം ഏതാണെന്നാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. കാരണം ഹംഗറി ഉണ്ട്, പോളണ്ട് ഉണ്ട്. അപ്പം ഞാൻ രണ്ട് രാജ്യം ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോളണ്ടിനെ കുറിച്ച് ഞാൻ നേരത്തെ ഡീറ്റെയിൽസ് ആയിട്ട് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. നമുക്ക് പോളണ്ടിലേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ആദ്യം നമുക്ക് ഒരു ഏജൻസിയെ കണ്ടുപിടിക്കുക. ഏജൻസി നമുക്കൊരു എമൗണ്ട് പറയും. അത് ഫസ്റ്റ് നമ്മൾ പേ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓഫർ ലെറ്റർ കിട്ടും. ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞ് നമുക്ക് അടുത്ത പേയ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓഫർ ലെറ്റർ കിട്ടിക്കഴിയുമ്പോഴാണ്, ഫസ്റ്റ് ഒരു പേയ്മെന്റ് കഴിയുമ്പോൾ നമുക്ക് ഓഫർ ലെറ്റർ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വർക്ക് പെർമിറ്റിന്റെ കോപ്പി അവർ അയച്ചു തരും. ആ വർക്ക് പെർമിറ്റിന്റെ കോപ്പി അയച്ചു കഴിയുമ്പോഴത്തേനും നമുക്ക് അടുത്ത പേയ്മെന്റ് അടയ്ക്കേണ്ടി വരും. അടുത്ത പേയ്മെന്റ് സെക്കൻഡ് പേയ്മെന്റ് അടയ്ക്കേണ്ടത് നമുക്ക് ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത പേയ്മെന്റ്, ഈ ഞാൻ കൊടുത്ത ഏജൻസിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സെക്കൻഡ് പേയ്മെന്റ് അടയ്ക്കണം. സെക്കൻഡ് പേയ്മെന്റ് അടച്ചു കഴിയുമ്പോൾ വർക്ക് പെർമിറ്റിന്റെ കോപ്പി കിട്ടും. വർക്ക് പെർമിറ്റിന്റെ കോപ്പി കിട്ടിക്കഴിഞ്ഞ് ഒരു 2 മാസം 3 മാസം കഴിയുമ്പോൾ അതിന്റെ ഹാർഡ് കിട്ടും. വർക്ക് പെർമിറ്റിന്റെ ഹാർഡ് കിട്ടും. അത് കിട്ടിക്കഴിയുമ്പോഴത്തേന് ആണ് നമുക്ക് ബാക്കിയുള്ള പേപ്പേഴ്സ് റെഡിയാക്കേണ്ടത്. ആദ്യം നമുക്ക് VFS സ്ലോട്ട് റെഡിയാക്കണം. അത് കിട്ടുന്നത് എന്നത് വളരെ ചുരുക്കമാണ്. ഇപ്പൊ കിട്ടുന്നത് ബ്ലാക്കിലാണ് കിട്ടുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. എല്ലാവരും സ്ലോട്ട് നോക്കിയിരിക്കും, എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. ഞാൻ പിന്നെ ഭാഗ്യമുള്ളവർക്ക് കിട്ടുന്നുണ്ട് കേട്ടോ, സ്ലോട്ട് കിട്ടി വിസ അടിക്കുന്നുണ്ട്. ഞാൻ കൊടുത്ത ഏജൻസി ദൈവസഹായം കൊണ്ട് ആർക്കും കിട്ടിയിട്ടില്ല, വിസ അടിച്ച് കിട്ടിയിട്ടില്ല. അപ്പൊ വേറെ കുറെ ഏജൻസിയിൽ കിട്ടുന്നുണ്ട്, കുറച്ച് പേരൊക്കെ പോകുന്നുണ്ടെന്ന് പറയുന്നത് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ കമന്റിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വളരെ സന്തോഷം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ പോളണ്ടിന്. കാരണം കുറേ പേപ്പേഴ്സ് റെഡിയാക്കുന്നുണ്ട് പോളണ്ടിന്. അസറ്റ് വാല്യൂഷൻ സർട്ടിഫിക്കറ്റ് റെഡിയാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് അപ്പോസ്റ്റലി ചെയ്യാറുണ്ട്. അപ്പോസ്റ്റലി ചെയ്യുന്നെങ്കിൽ ചെയ്യാം, അപ്പോസ്റ്റലി ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് കുറേ പേപ്പേഴ്സ് റെഡിയാക്കണം. നമ്മുടെ PCC റെഡിയാക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു എഗ്രിമെന്റ് പേപ്പർ റെഡിയാക്കണം. പിന്നെ അങ്ങനെ കുറെ പേപ്പേഴ്സ് ഉണ്ട് അതിനകത്ത്. അത് റെഡിയാക്കിയാലേ നമുക്ക് ഈ പേപ്പേഴ്സ് എല്ലാം കൂടെ കൊണ്ടുചെന്ന് വേണം നമുക്ക് VFS സബ്മിഷൻ ചെയ്യാൻ. പിന്നെ ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ VFS ഒരു ഡേറ്റ് കിട്ടുന്നതാണ്. അതാണ് ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത്. നമുക്ക് 3 വർഷം 4 വർഷം നോക്കിയിരുന്നിട്ട് പോലും ഡേറ്റ് കിട്ടാത്ത ആൾക്കാരുണ്ട്. 4 വർഷം. പിന്നെ ഒറ്റ കാര്യം പറയാം, ഈ പോളണ്ടിലേക്ക് ജോലി വർക്ക് പെർമിറ്റ് കിട്ടിയെന്നും പറഞ്ഞ് എല്ലാമായി എന്ന് ആരും വിചാരിക്കരുത്, ദൈവത്തെ ഓർത്ത്. കാരണം പോളണ്ട് എന്ന് പറയുന്നത് വർക്ക് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും ആയില്ല. അവിടെ ഡേറ്റ് കിട്ടി വിസ അടിച്ചാലേ ഒരു ജോലി നമ്മൾ ചെയ്യുവാണെങ്കിൽ അവിടെ നിന്ന് റിസൈൻ ചെയ്യാം. ദയവ് ചെയ്ത് ഗൾഫ് കൺട്രീസിൽ നിന്ന് കുറേ പേര് വർക്ക് പെർമിറ്റ് കിട്ടിയെന്നും പറഞ്ഞ് റിസൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. അവർ കമന്റ് ചെയ്യുന്നുണ്ട്. വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. കാരണം ഏജൻസി എങ്കിലും പറഞ്ഞു കൊടുക്കുക. കാരണം ഒരു ജോലി കിട്ടാനാണ് ഇപ്പൊ പാട്, മനസ്സിലായി, കളയാൻ എളുപ്പമാണ്. അപ്പം ആ ജോലി കളഞ്ഞിട്ട് അത്രയും സാമ്പത്തികം നമ്മൾ കളഞ്ഞിട്ട് നാട്ടിൽ വന്ന് നിൽക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ നാട്ടിൽ സാലറി നമുക്കറിയാമല്ലോ, ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ കിട്ടുന്ന സാലറി നമുക്കറിയാം. വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് മാനേജ് ചെയ്യുക. അതുകൊണ്ട് നമുക്കൊരു വിസ സ്റ്റാമ്പ് ചെയ്ത് വരെ ജോലി തുടരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ആരും റിസൈൻ ചെയ്ത് വരുന്നത് വർക്ക് പെർമിറ്റ് അല്ല ഇതിന്റെ സംഭവം. വർക്ക് പെർമിറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒന്നും ആയില്ല, ജോലി കിട്ടിയെന്നല്ല, പോകാൻ പറ്റുമെന്നല്ല. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ജോലി ആരും കളയാതിരിക്കുക, വിസ അടിച്ചിട്ട് ജോലി കളയുക ദയവ് ചെയ്ത്. അപ്പം ഇതാണ് നമ്മുടെ പോളണ്ടിന്റെ പ്രൊസീജിയർ. ഹംഗറിയെ കുറിച്ച് പറയാം. ഹംഗറി വലിയ എമൗണ്ട് ഒന്നും സർവീസ് ചാർജ് ഒന്നും എടുക്കുന്ന ഒരു ഏജൻസി, ഞാൻ പരിചയപ്പെട്ട ഏജൻസി വലിയ സർവീസ് ചാർജ് ഒന്നും നമ്മൾ പോളണ്ടിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അത്ര എടുത്തിട്ടില്ല. 270 അതിൽ താത്ത് ചെയ്യുന്ന ഏജൻസീസും ഉണ്ട്. അപ്പം 270 പറഞ്ഞത്. 270 എന്ന് പറയുമ്പോൾ ഫുൾ എമൗണ്ട് നമ്മൾ പേയ്മെന്റ് ചെയ്യുക. വിസ അടിച്ചിട്ട് ഫുൾ എമൗണ്ട് ചെയ്യുക. ഫസ്റ്റ് ഒരു പേയ്മെന്റ് അടയ്ക്കണം. അത് 50-ന് മേൽ 55,000 രൂപ കണ്ടാന്ന് തോന്നുന്നു ചാർജ്. അപ്പം 55,000 രൂപ അടച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങൾ ഏത് കമ്പനിയിലാണോ ജോലി, ഡയറക്റ്റ് കമ്പനി വഴിയുള്ള പ്രൊസീജിയറാണ്, അല്ലാതെ വേറെ തേർഡ് പാർട്ടി വഴിയോ കാര്യങ്ങളൊന്നും അല്ല ഇത്. ഹംഗറി ഞാൻ സമീപിച്ച ഏജൻസി. അപ്പൊ എന്റെ ഫ്രണ്ട് കൊടുത്തിട്ടുണ്ട്, ഞാൻ കൊടുത്തിട്ടില്ല, എന്റെ ഫ്രണ്ട് കൊടുത്തു. ആ കാര്യം ഞാൻ പറയാം. അപ്പം ഞാനും ജസ്റ്റ് വിളിച്ച് ചോദിച്ചായിരുന്നു കാര്യങ്ങൾ. അപ്പൊ ജസ്റ്റ് 55,000 പേയ്മെന്റ് അടയ്ക്കണം. അത് കഴിഞ്ഞ് നമുക്ക്
അടച്ചു കഴിയുമ്പോൾ അവർ കമ്പനിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയും. കമ്പനി ഡീറ്റെയിൽസ് ഓക്കെ ആണെങ്കിൽ നമ്മൾ പേയ്മെന്റ് അടച്ച് റെസിപ്റ്റ് വാങ്ങിക്കഴിഞ്ഞ് നമുക്കൊരു 4 to 6 മാസമാണ് ഒരു പ്രോസസ്സിങ് ടൈം പറയുന്നത്. അപ്പം അതിനുള്ളിൽ നമുക്ക് ഓഫർ ലെറ്റർ കാര്യങ്ങളും വരും. അത് കഴിഞ്ഞ് നമുക്ക് കമ്പനിയുടെ അക്കോമഡേഷൻ പേപ്പർ, അതുപോലെ നമ്മുടെ വേറെ ഒരു പേപ്പറും കൂടെ വരുന്നുണ്ട്. ആ 2 പേപ്പർ നമ്മുടെ കയ്യിൽ ഏജൻസി ത്രൂ നമ്മുടെ കയ്യിൽ കിട്ടും. അത് നമ്മളെല്ലാം ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് ഓക്കെ ആണെങ്കിൽ നമ്മുടെ ഫോട്ടോ ഒട്ടിച്ച് തിരിച്ച് അയക്കുക. ഇതിപ്പം കമ്പനി എന്ന് പറയുമ്പോൾ ലേബറി ഫസ്റ്റ് ലേബറിൽ പോവുക, പേപ്പർ നമ്മൾ സബ്മിഷൻ നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്യും. ലേബറിൽ പോവുക, ലേബറിൽ നിന്നാണ് എംബസി പോകുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഈ അക്കോമഡേഷൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആ പേപ്പർ വന്നിട്ട് നമുക്ക് ഓക്കെ ആണ്, അപ്രൂവൽ, നമുക്ക് എല്ലാം ചെക്ക് ചെയ്ത് അവിടുത്തെ കാര്യങ്ങൾ നമുക്കിപ്പോൾ ഗൂഗിൾ വഴി എല്ലാം സെർച്ച് ചെയ്യാൻ കാര്യങ്ങളൊക്കെ പറ്റുമല്ലോ. അപ്പോൾ അതുവഴി സെർച്ച് ചെയ്ത് എല്ലാം ഓക്കെ ആണെങ്കിൽ സൈൻ ചെയ്ത് കഴിഞ്ഞ് ഒരു ഫോട്ടോ ഒട്ടിച്ച് തിരിച്ച് അയക്കുക, കമ്പനിയിൽ തിരിച്ച് അയക്കുക. അത് കഴിയുമ്പോൾ വിസ അപ്രൂവൽ ആണ് വരുന്നത്. വിസ അപ്രൂവൽ പേപ്പർ വന്നു കഴിയുമ്പോഴത്തേന് നമുക്ക് എംബസി പോയി സബ്മിഷൻ ചെയ്യാൻ പറ്റും. ബോംബെയിലാണ് എംബസി വരുന്നത്. അവിടെ പോയി നമുക്ക് സബ്മിഷൻ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് സ്ലോട്ട് എടുക്കാനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ ഏജൻസി ത്രൂ തന്നെയാണ്, അവർ എംബസി ത്രൂ ആണ് ഡേറ്റ് തരുന്നത്. അപ്പം നമ്മൾ ചെന്ന് സബ്മിഷൻ ചെയ്താൽ മാത്രം മതി. അപ്പം അത് ഞാൻ പോളണ്ട് നോക്കുവാണെങ്കിൽ ഹംഗറി ഇച്ചിരി കൂടെ എളുപ്പമുള്ള കാര്യങ്ങൾ, കുറെ പേപ്പേഴ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാം. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മളെ കുറെ പൈസ ലാഭിക്കാം. ഹംഗറി പോളണ്ട് തമ്മിൽ, ഹംഗറിയും ശെങ്കൻ കൺട്രിയാണ്. അപ്പം നമുക്ക് ഹംഗറിയും തമ്മിൽ നോക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ തമ്മിൽ ഭേദം ഹംഗറിയാണ്. കുറെ പേര് പോയിട്ടുണ്ട് ഹംഗറി. ആ ഏജൻസി വഴി ഞാൻ ഇപ്പം പോയി കാര്യങ്ങൾ തിരക്കിയ ഏജൻസി വഴി കുറെ പേര് പോയിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ കുറെ ചീറ്റിങ് നടക്കുന്ന ഒരു പരിപാടിയാണ് ഈ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന സംഭവം. ആ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഇസ്രായേൽ, പോളണ്ട്, അങ്ങനെ ഹംഗറി, അങ്ങനെ കുറെ രാജ്യങ്ങൾക്ക് റിക്രൂട്ട്മെന്റ്, ഒരു ലൈസൻസ് പോലും ഇല്ലാത്ത ഓരോ ഏജൻസികൾ വിളിച്ചിട്ട് സാർ ഇന്നപോലെ നമുക്ക് ഹംഗറിയിലേക്ക് വേക്കൻസി ഉണ്ട്, നമുക്കൊരു 70,000 ഫസ്റ്റ് ഡെപ്പോസിറ്റ് എമൗണ്ട്, നമുക്ക് ഒരു 4 മാസത്തിനുള്ളിൽ 3 മാസത്തിനുള്ളിൽ പോകാം, അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ നമുക്ക് പോകാം. ഞാൻ ഹംഗറിയിലെ കുറിച്ചല്ല പറയുന്നത്, ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഞാൻ ചീറ്റിങ്ങിന്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ ഇതിന്റെ കൂടെ ചെയ്തേ ഉള്ളൂ. അപ്പം സാർ 2 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ ഇപ്പോൾ സാർ ഒരു 70,000 രൂപ അടച്ചാൽ മതി ആദ്യം, പിന്നെ ബാക്കിയെല്ലാം വന്നിട്ട് ഓക്കെ എന്നും പറഞ്ഞ് ആൾക്കാർ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞ് 15 ദിവസം കഴിയും, 1 മാസം കഴിയുമ്പോഴത്തേന് സാർ അത് റെഡി ആവാൻ തോന്നുന്നില്ല സാർ, നമ്മളൊരു പ്രോസസ്സിംഗ് ചാർജ് ചെയ്യാൻ എടുക്കും 20,000 രൂപ 30,000 രൂപ എടുക്കും എന്ന് പറയുമ്പോൾ 30,000 രൂപ പോകുന്നുള്ളൂ, ബാക്കി കിട്ടുമല്ലോ എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചു വാങ്ങും. നമ്മൾ ദയവ് ചെയ്ത് അങ്ങനെയുള്ള കളിപ്പീര് കേന്ദ്രത്തിൽ പോയത് ആദ്യം തന്നെ തിരക്കേണ്ട കേസ് ആ ഏജൻസി വഴി എത്ര ആൾക്കാർ ജോലിക്ക് ഈ സ്ഥലങ്ങളിൽ പോയി എന്നൊക്കെ തിരക്കിയിട്ട് വേണം ഈ ഏജൻസിയിൽ കൊടുക്കുക. ലൈസൻസ് ഉണ്ടോ എന്നൊക്കെ, ലൈസൻസ് ഉള്ള ഏജൻസി തന്നെ പറ്റിക്കുന്നുണ്ട്. അല്ല, കാര്യങ്ങൾ ഒന്നും കൂടെ വിശദമായിട്ട് തിരക്കിയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹംഗറിയെ കുറിച്ച് പറഞ്ഞത് ഏകദേശം മനസ്സിലായല്ലോ. ഹംഗറിയും പോളണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലായി കാണും. അപ്പൊ നിങ്ങൾ ഇത് ചെയ്യുമ്പം എല്ലാം തിരക്കിയിട്ട് വേണം കൊടുക്കാൻ. പിന്നെ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരും ജോലി കളഞ്ഞിട്ട് ഈ പരിപാടിക്ക് വേണ്ടി നിൽക്കരുത്. നമ്മുടെ ജോലിയും പോവും, ഇത് റെഡി ആവത്തില്ല. അപ്പൊ നമ്മൾ ജോലി ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്ത് റെഡി ആവുന്ന സമയത്ത് റെഡി ആവട്ടെ എന്നുള്ള രീതിയിൽ പോകും. അല്ലെങ്കിൽ ഇതിനു വേണ്ടി തന്നെ പുറകെ നടന്നു കഴിഞ്ഞാൽ കിട്ടും, പക്ഷെ നമ്മുടെ ജോലിയും പോവും, നമ്മുടെ കുറെ കടബാധ്യതകൾ മുങ്ങിപ്പോകും നമ്മൾ. അപ്പൊ അത് കാരണം ജോലിയും കണ്ടിന്യൂ ചെയ്യുക, ഇത് റെഡിയാവുമ്പോൾ റെഡിയാവട്ടെ, റെഡിയാവുമ്പോൾ നമുക്ക് കയറി പോകാമല്ലോ. അപ്പൊ എല്ലാവരും അതൊന്ന് ഫോളോ ചെയ്യുക. അപ്പൊ ഇത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വെച്ചു, അതുകൊണ്ടാണ് വീഡിയോ ചെയ്തത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട്, വളരെ സന്തോഷം. അപ്പൊ എന്നെ കഴിയുന്ന ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഹംഗറിയെ കുറിച്ച് എനിക്ക് അറിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. എന്തെങ്കിലും തെറ്റുകുറ്റമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അപ്പം എനിക്കും അറിയാൻ പറ്റുമല്ലോ. അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവർക്കും അറിയാൻ പറ്റും. അപ്പൊ കുറെ പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പൊ ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക, ആൾക്കാർക്കൊന്ന് ചെല്ലട്ടെ. കുറെ പേര് ഇപ്പോഴും പറ്റിക്കപ്പെടുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തുടരെ. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ തൊട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ വരുന്നതായിരിക്കും. അപ്പം ടിൽ ദെൻ ബൈ.